ഇനിയിപ്പോൾ നമുക്ക് ദേശീയ വാർത്തകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സംവരണ പരിഷ്കരണ വിഷയത്തിൽ ഇന്ന് ജന്തർ മന്ദറിൽ പ്രതിഷേധം നടത്തുന്നതിന് അനുമതി നൽകിയെന്ന വാർത്തകളും സോഷ്യൽ മീഡിയ പോസ്റ്റുകളും വ്യാജമാണെന്ന് ഡൽഹി പോലീസ്. ഓഗസ്റ്റ് 21 ജന്തർ മന്ദറിൽ പ്രതിഷേധം നടത്തുന്നതിന് ആർക്കും അനുമതി നൽകിയിട്ടില്ല. നിലവിൽ ജന്തർ മന്ദർ ഉൾപ്പെടുന്ന ന്യൂഡൽഹി ജില്ലയിൽ BNSS സെക്ഷൻ 163 പ്രകാരം നിരോധനാജ്ഞ തുടരുന്നുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി. രാജ്യത്തിന്റെ ഭാവി സുരക്ഷിതമാക്കാൻ ദീർഘവീക്ഷണത്തോടെ പ്രവർത്തിക്കണമെന്ന് ഗവൺമെന്റ് സെക്രട്ടറിമാരുമായുള്ള യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സർവകലാശാലകളിലും യുവജനതയിലും കൂടുതൽ ഇടപെടൽ നടത്തിക്കൊണ്ടാകണം നയരൂപീകരണം. പ്രതിരോധ വ്യവസായം കൂടുതൽ ശക്തിപ്പെടുത്തണം. AI സാങ്കേതികവിദ്യ ഫലപ്രദമായി ഉപയോഗിക്കണമെന്നും പ്രധാനമന്ത്രി. ജാർഖണ്ഡിൽ പ്രക്ഷോഭത്തെ തുടർന്ന് സർക്കാർ പരീക്ഷകൾ റദ്ദാക്കിയ നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്ത ഉത്തരവ് മാനിക്കുന്നതായി സമരക്കാർ. എന്നാൽ കോടതിയിൽ അഡ്വക്കേറ്റ് ജനറൽ ഹാജരായി സർക്കാരിന്റെ വിശദീകരണം നൽകിയിട്ടില്ലെന്നും പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ സമരം ചെയ്തവരെ വഞ്ചിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെങ്കിൽ വിദ്യാർത്ഥി പ്രക്ഷോഭം തുടരുമെന്നും ദേവേന്ദ്രനാഥ് മഹ്തോ ഉൾപ്പെടെയുള്ള നേതാക്കൾ അറിയിച്ചു. ഒഡീഷയിൽ കനത്ത മഴയും പ്രളയവും 6 ജില്ലകളിലായി 9.4 ലക്ഷത്തിലധികം പേരെ ബാധിച്ചു. ജാജ്പൂർ, ഭദ്രക്, ബാലസോർ, മയൂർഭഞ്ച്, കിയോൺജർ ജില്ലകളിലാണ് മഴക്കെടുതി ഏറ്റവും കൂടുതൽ ബാധിച്ചത്. 1381 ഗ്രാമങ്ങളിൽ വെള്ളം കയറി. 3.7 ലക്ഷത്തിലധികം പേരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. 48 മണിക്കൂർ കൂടി മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി.